നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷയാണ്. 2022 ജനുവരി 16 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷ. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫുൾ കറണ്ട് അഫയേഴ്സ് ഒറ്റ PDF ആയിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ദിവസം പഠിക്കാൻ തരും. അപ്പൊ ഇന്ന് ജനുവരി 16 മുതൽ 20 വരെയുള്ള തീയതികളിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറഞ്ഞ് എല്ലാവരും പഠിച്ച് സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് ഈ നോട്ടെല്ലാം കൊടുക്കുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറി പോകുന്നുള്ളൂ. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. പരീക്ഷയിലേക്ക് പോവാം. ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി 16 to 20 എക്സാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാർക്ക് ഇടയിൽ ഭരണഘടനാ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനായി പ്രചാരണ പരിപാടി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ. രണ്ട്. കുറ്റസമ്മതം എന്ന പുസ്തകം എഴുതിയത് ആര്? എസ് ഹരീഷ്, തോമസ് ഐസക്, ഉമ്മൻചാണ്ടി, സിബി തോമസ്. 3. 2022 ജനുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം കുട്ടനാശാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂത്ത്, കഥകളി, കൂടിയാട്ടം, തെയ്യം. 4. ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ 2022 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണ്? ജപ്പാൻ, നേപ്പാൾ, ഫിലിപ്പൈൻസ്, ഇറാൻ. 5. ചോദ്യം: 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലപ്പി രംഗനാഥ്, പി ജയചന്ദ്രൻ, KJ യേശുദാസ്, KS ചിത്ര. 6. ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയമായി മാറുന്നത് ഏത് വിദ്യാലയമാണ്? അട്ടപ്പാടി ഗവൺമെന്റ് സ്കൂൾ, തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ, ഇടമലക്കുടി ഗവൺമെന്റ് സ്കൂൾ, കല്ലാർ ഗവൺമെന്റ് സ്കൂൾ. 7. ചോദ്യം: ബിർജു മഹാരാജ് തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിത്താർ, ഒഡീസി, കഥക്, കുച്ചിപ്പുടി. 8. ചോദ്യം: 2022 ജനുവരിയിൽ ദേശീയ സുരക്ഷാ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ. 9. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരി ഏത് ജില്ലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം, കൊല്ലം. 10. ഇന്ത്യയിലെ ആദ്യ പാരാ ബാഡ്മിന്റൺ അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം, കൊച്ചി, ലക്നൗ, ഹൈദരാബാദ്. 11. നിക്ഷേപകർക്ക് സെക്യൂരിറ്റി മാർക്കറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാന്ത്വന, സേവന, സാരഥി, സവാരി. 12. കേരള ബാങ്കിലേക്ക് പുതിയതായി ലയിപ്പിക്കാൻ സർക്കാർ സമിതി ശുപാർശ ചെയ്ത ബാങ്ക് ഏത്? മലപ്പുറം സഹകരണ ബാങ്ക്, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്,
സംസ്ഥാന ഗ്രാമവികസന ബാങ്ക് ഇവ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാർക്ക് ഇടയിൽ ഭരണഘടനാ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനായി പ്രചാരണ പരിപാടി ആരംഭിച്ച ജില്ല ഏതാണ്? എ. കൊല്ലം ജില്ലയാണ്. കൊല്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യം. ഭരണഘടനാ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനായി പ്രചരണ പരിപാടി ആരംഭിച്ച ജില്ല കൊല്ലം. 2. കുറ്റസമ്മതം എന്ന പുസ്തകം എഴുതിയത് ആര്? ഡി. സിബി തോമസ്. സിബി തോമസ് ആണ് കുറ്റസമ്മതം എന്ന പുസ്തകം രചിച്ചത്. 3. 2022 ജനുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം കുട്ടനാശാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയാണ്. ബി. കഥകളി. 4. ഇന്ത്യ റഷ്യ സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ 2022 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ രാജ്യം ഏത്? സി. ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. 5. 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 എ. ആലപ്പി രംഗനാഥിനാണ് ലഭിച്ചത്. 6. സംസ്ഥാനത്തെ ആദ്യ ഗോത്ര സൗഹൃദ വിദ്യാലയമായി മാറുന്നത് ബി. തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ്. തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ. 7. ബിർജു മഹാരാജ് തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക്. സി. കഥക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 8. 2022 ജനുവരിയിൽ ദേശീയ സുരക്ഷാ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? ബി. പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാൻ. 9. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരി ഏത് ജില്ലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്? എ. തിരുവനന്തപുരം ജില്ലയിലാണ് കേരള സവാരി പ്രവർത്തനം ആരംഭിച്ചത്. 10. ഇന്ത്യയിലെ ആദ്യ പാരാ ബാഡ്മിന്റൺ അക്കാദമി നിലവിൽ വന്നത് എവിടെ? പാരാ ബാഡ്മിന്റൺ അക്കാദമി നിലവിൽ വന്നത് ലക്നൌവിലാണ്. സി. ലക്നൗ. 11. നിക്ഷേപകർക്ക് സെക്യൂരിറ്റി മാർക്കറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സി. സാരഥി. സാരഥി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് സെബി ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. 12. കേരള ബാങ്കിലേക്ക് പുതിയതായി ലയിപ്പിക്കാൻ സർക്കാർ സമിതി ശുപാർശ ചെയ്ത ബാങ്ക് ഏത്? ബി. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ഈ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. ഓരോ പരീക്ഷയും നിങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്, അല്ല നമുക്ക് ജസ്റ്റ് PDF ഇട്ട് പോയാൽ പോരെ. അതല്ലല്ലോ, നമ്മൾ ഒരു റിസൾട്ട് കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഓരോ പരീക്ഷയും നടത്തുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക, മാർക്കും കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം. വീണ്ടും കാണാം. താങ്ക്